നമുക്ക് വ്യക്തിത്വ വൈകല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് സ്വയം അത് തിരിച്ചറിയാൻ സാധിക്കാറില്ല നമുക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്നുള്ളത്. ബിക്കോസ് അതൊരു ഏർലി അഡൽട്ട്ഹുഡ് മുതൽ നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗം തന്നെയാണ്, ഒരു ഇൻബിൽറ്റ് പോലെയാണ്. അത് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല. അതിൻ്റെ കൂടെ എന്തെങ്കിലും വിഷാദമോ ഉത്കണ്ഠയോ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് പലപ്പോഴും അവർ ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ്. കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് തനിക്ക്, അല്ലെങ്കിൽ അത് കാരണം തൻ്റെ ഈ സ്വഭാവം കാരണം കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്.